ഡാ, എന്നെ ഒന്ന് സഹായിക്കോ? വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ് ഞാൻ. കുറേ ആളുകളെ കണ്ടു, ചോദിച്ചു. പക്ഷേ പ്ലീസ്. പഴയ കൂട്ടുകാരനരികിൽ തല കുമ്പിട്ട് കെഞ്ചുമ്പോൾ ദേവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. പണ്ട് കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിൽ ഒരു ധൈര്യം വന്ന പോലെ. പണത്തിനും പ്രതാപത്തിനും ഒട്ടും കുറവില്ലാത്തവൻ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിന്നിലെ ബെഞ്ചിൽ ആനമുട്ട പേപ്പറിൽ വാങ്ങുന്നവൻ എന്ന് ക്ലാസ് ഒന്നടങ്കം കളിയാക്കി ചിരിച്ചവൻ. നിനക്കൊക്കെ കിളയ്ക്കാൻ പോയിക്കൂടെ എന്ന് ടീച്ചേഴ്സ് പുച്ഛത്തോടെ ചോദിക്കുന്നത് കേട്ട് പഠിപ്പ് നിർത്തിയവൻ. ഇന്നിപ്പോൾ വലിയ നിലയിൽ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ സന്തോഷമായിരുന്നു. ക്ലാസ്സിൽ പഠിക്കാൻ മിടുക്കനായിരുന്ന തൻ്റെ അവസ്ഥ കൂടെ ഓർക്കുമ്പോൾ ചിലപ്പോൾ തന്നോട് തന്നെ പുച്ഛം തോന്നാറുണ്ട് ദേവന്. ഹരി. ദേവൻ വീണ്ടും പ്രതീക്ഷയോടെ വിളിക്കുമ്പോൾ ഒട്ടും താല്പര്യമില്ലാതെയായിരുന്നു ഹരി സംസാരിച്ചത്. ദേവ, സത്യം പറയാലോ, ഇപ്പോൾ എവിടെ എടുത്തു തരാൻ കാശൊന്നും ഇരിപ്പില്ല. അതുകൊണ്ട് നീ 2 ദിവസം കഴിഞ്ഞു വാ, ഉള്ളത് ഞാൻ എടുത്തു വയ്ക്കാം എന്നു കരുതി അതും പ്രതീക്ഷിച്ച് നിൽക്കണ്ട. ഹരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നെഞ്ചിലൊരു പിടപ്പായിരുന്നു. അവസാന കച്ചിത്തുരുമ്പായിരുന്നു അതും. ഡാ, അമ്മയ്ക്ക് തീരെ വയ്യടാ. പെട്ടെന്ന് കുറേ കാശ് വേണമെന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോൾ മുന്നിൽ വേറെ വഴിയില്ലടാ. പഴയ കൂട്ടുകാരനാണെന്ന് കരുതണ്ട, കടമായിട്ട് മതി. വീട് വിറ്റാണേലും ഞാൻ ഉടനെ തിരിച്ചു തന്നോളാം, പ്ലീസ്. ഹരിക്ക് മുന്നിൽ തൊഴുകൈയോടെയാണ് ദേവൻ നിന്നത്. പക്ഷേ പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാത്ത പോലെ ഹരി നിഷേധാർത്ഥത്തിൽ തലയാട്ടി കാറിൽ കയറി പോകുമ്പോൾ നിന്ന നിൽപ്പിൽ തന്നെ മരിച്ചെങ്കിൽ എന്ന് തോന്നിപ്പോയി ദേവന്. സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് അമ്മയാണ്. ആ അമ്മ കൂടെ പോയാൽ. അന്ന് തിരികെ ഹോസ്പിറ്റലിലെത്തുന്ന മകൻ്റെ ഇല്ലായ്മയുടെ കണ്ണുനീർ കാണാൻ നിൽക്കാതെ അമ്മ പോയി. ഒറ്റയ്ക്കായ ദിവസങ്ങൾ, അമ്മയുടെ ഓർമ്മകളുമായി തള്ളി നീക്കിയ രാത്രികൾ എല്ലാം ഉൾക്കൊള്ളാൻ മനസ്സിനെ പ്രാപ്തമാക്കി തിരികെ പണിക്കിറങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ നനവുകൾ ഉണങ്ങിത്തുടങ്ങിയിരുന്നു. മറവിയില്ലെങ്കിൽ മനുഷ്യൻ എന്നെ ഡിപ്രഷൻ കാരണം മരിച്ചു പോയേനെ എന്ന തിരിച്ചറിവുകളായിരുന്നു ആ ദിനങ്ങൾ. ഡാ, അറിഞ്ഞോ, നിന്റെ കൂട്ടുകാരനില്ലേ ആ പുത്തൻ പണക്കാരൻ? അവൻ്റെ ഭാര്യയുടെ 2 വൃക്കകളും പ്രശ്നമാണത്രേ. ഇപ്പോൾ ആ പെണ്ണിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള വൃക്ക ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ അന്വേഷിച്ച് നടക്കുക അവൻ. നീ പത്രത്തിൽ പരസ്യം കണ്ടില്ലേ? കൂടെ ജോലി ചെയ്യുന്നവൻ പറഞ്ഞപ്പോഴാണ് ദേവൻ അക്കാര്യം അറിയുന്നത്. ഇല്ലടാ, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അല്ലേലും അവനൊക്കെ അങ്ങനെ വരൂ. കാശിൻ്റെ തിളപ്പല്ലായിരുന്നു അവന്. എന്നിട്ടിപ്പോൾ എന്തായി എന്ന് പ്രാകുകയായിരുന്നു കൂട്ടുകാരൻ. അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരവസ്ഥ വരുന്ന വീട്ടിലെ മറ്റാളുകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ദേവന്. 2 ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളുടെ അവസ്ഥ കൂടെ ഓർക്കുമ്പോൾ നീ എന്താടാ ആലോചിക്കുന്നേ? അതെന്തേലും ആവട്ടെ, ദൈവം ഓരോന്ന് തീരുമാനിക്കുന്നു, അതല്ലേ നടക്കൂ. കൂട്ടുകാരൻ പറയുന്നത് മൂളി കേൾക്കുമ്പോൾ മനസ്സിലെവിടെയോ ഒരു പൊട്ടു നൊമ്പരം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ദേവനിൽ. അന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ മക്കളെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഹരിയോട് വൃക്ക നൽകാൻ ഡോണറെ കിട്ടി എന്നൊരു ബന്ധു വന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞ സന്തോഷം കണ്ണിലൂടെ നിറഞ്ഞു കവിയാൻ തുടങ്ങിയിരുന്നു. ആരാണ് ഡോണർ എന്ന് തിരക്കുമ്പോൾ നിന്റെ കൂട്ടുകാരനാണെന്ന് മാത്രം പറയാൻ പറഞ്ഞു എന്ന ബന്ധുവിൻ്റെ വാക്കുകൾ ആരെന്നറിയാനുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. ആൾക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ഒപ്പിട്ട് കൊടുത്ത ശേഷം ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ കയറ്റിയിട്ടുണ്ട്. ബ്ലഡ് 2 പേരുടെയും ഒന്നായ സ്ഥിതിക്ക് ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ അയാളുടെ വാക്കുകൾ തരുന്ന പ്രതീക്ഷ ഹരിയുടെ നെഞ്ചിലെ കനലുകളിലേക്ക് ആശ്വാസത്തിൻ്റെ തെളിനീർ തൂവുന്ന പോലെയായിരുന്നു. പേടിക്കേണ്ട ഹരി, എല്ലാം ശരിയാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവൾ തിരികെ വരുമിടോ. അല്ലെങ്കിൽ ദൈവത്തെപ്പോലെ ഒരാൾ ഈ സമയത്ത് തേടി വരില്ലല്ലോ. നീ ധൈര്യമായിരിക്കെ. നീ ഒരു കാര്യം ചെയ്യ്, മക്കളെ കൂട്ടി വീട്ടിൽ പോയി വാ. ഇവരിവിടെ ഇങ്ങനെ എത്ര നേരം എന്ന് വെച്ചാൽ ഇരുത്തുന്നേ? കുട്ടികളല്ലേ, വരുമ്പോൾ കാശ് കരുതാൻ മറക്കണ്ട. ഇത്രയും വലിയ ഒരു സഹായം ചെയ്യുന്നവന് നമ്മളും അതേ രീതിയിൽ തന്നെ കാണണം. അതിന് കണക്കൊന്നും നോക്കണ്ട. അയാൾ പറയുന്നത് ശരിയാണെന്ന് തോന്നിയപ്പോൾ ഹരി വേഗം മക്കളെയും കൂട്ടി വീട്ടിലേക്ക് പോകാനായി എഴുന്നേറ്റു. വീട്ടിൽ പോയ ഹരി സർജറി കഴിയുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. എല്ലാം ഭംഗിയായി എന്ന് ഡോക്ടർ പറയുമ്പോൾ ഹരിയുടെ ഉള്ളിലുണ്ടായ ആശ്വാസം ചെറുതൊന്നുമല്ലായിരുന്നു. ഡോക്ടർ, എനിക്ക് ആ ഡോണറെ ഒന്ന് കാണാൻ പറ്റുമോ? സോറി, ഇപ്പോൾ പറ്റില്ല ഹരി. അയാളിപ്പോൾ സെഡേഷൻ്റെ മയക്കത്തിലാണ്. പിന്നെ അറിയാലോ, അയാളുടെ കാര്യങ്ങൾ കൂടെ ഇപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പെട്ടെന്നൊരു ജോലി അയാൾക്കും ബുദ്ധിമുട്ടാണ്. മനസ്സിലായെന്ന് തലയാട്ടി സമ്മതിച്ചുകൊണ്ടാണ് ഹരി ഡോക്ടറുടെ റൂം വിട്ടത്. പിറ്റേ ദിവസമായിരുന്നു ഹരിക്ക് ഡോണറെ കാണാൻ അവസരം കിട്ടിയത്. ICUവിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഉള്ളിൽ ആരെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു. ആ ആകാംക്ഷയോടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഹരിയുടെ നെഞ്ചിൽ അതുവരെ ഇല്ലാത്തൊരു പിടപ്പാണ് തോന്നിയത്. മുന്നിൽ ദേവനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ. ദേവാ, നീ?
നീ ആയിരുന്നോ? മറുപടി എന്നോണം ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ദേവൻ. ഡാ നീ എന്നോട് എങ്ങനെയാടാ ഞാൻ? വാക്കുകൾ കിട്ടാതെ പിടയുന്ന ഹരിയുടെ കയ്യിലൊന്ന് തൊട്ടു ദേവൻ. നീയൊരു സഹായം ചോദിച്ചു വന്നപ്പോൾ ഞാൻ, എന്നിട്ട് നീ തന്നെ വേണ്ടി വന്നല്ലോ ദേവ എനിക്ക്. ദേവ, നീ എനിക്ക് ചെയ്ത ഈ ഉപകാരത്തിന് എന്ത് തന്നാലും അധികമല്ലെന്ന് എനിക്കറിയാം. എന്നാലും നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇനി നിനക്ക് ജീവിക്കാനുള്ള അത്രയും കാശ് ഞാൻ തരും. വേണ്ടെന്ന് നീ പറയരുത്. ഹരി അവൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുമ്പോൾ ദേവൻ പുഞ്ചിരിച്ചു. പണം കൊണ്ട് നേടാൻ കഴിയുന്നതും നേടാൻ കഴിയാത്തതും ഉണ്ട് ഹരി ഈ ലോകത്ത്. ഇപ്പോൾ നീ എനിക്ക് നൽകാമെന്ന് പറയുന്ന പണം കിട്ടാൻ ആഗ്രഹിച്ച സമയമുണ്ടായിരുന്നു എനിക്ക്. അന്നെനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ഇനി എനിക്കെന്തിനാ ഒരുപാട് പണം? പിന്നെ പണം കൊണ്ട് നേടാൻ കഴിയാത്ത പലതുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പണത്തേക്കാൾ മൂല്യമുള്ള പലതും. സ്നേഹം, സഹകരണം, ദയ, ഇതൊക്കെ പണത്തിനൊപ്പം നഷ്ടമാകുമ്പോഴാണ് നമ്മൾ നമ്മളല്ലാതായി മാറുന്നത്. സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ മനുഷ്യനാണെന്നതിൽ എന്ത് അർത്ഥമാടോ? അവൻ്റെ വാക്കുകൾക്ക് ഒന്നും മറുപടിയില്ലായിരുന്നു ഹരിക്ക്. പണമാണ് വലുതെന്ന് ചിന്തിച്ച ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം മറന്നുപോയതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് മനസ്സിലാക്കാൻ ആ നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നതിലുള്ള ദുഃഖം അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. സ്വന്തം ജീവൻ്റെ ഒരു ഭാഗം പറിച്ചെടുത്ത് മറ്റൊരാൾക്ക് നൽകാൻ കാണിച്ച മനസ്സിന് മുന്നിൽ താനും തൻ്റെ സമ്പാദ്യവും എത്രയോ ചെറുതാണെന്ന തിരിച്ചറിവായിരുന്നു ആ നിമിഷം മുതൽ ഹരിയെ ഒരു മനുഷ്യനിലേക്ക് മാറ്റിത്തുടങ്ങിയത്. സ്നേഹിക്കാൻ കഴിയുന്ന യഥാർത്ഥ മനുഷ്യൻ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.